ഇന്ന് നമുക്ക് നല്ല അടിപൊളി രുചിയുള്ള മുട്ട ബജ്ജി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ചെറിയ ഉള്ളിയും 1/2 സ്പൂൺ നുറുക്കുമുളകും 1/4 സ്പൂൺ ഉപ്പും അരച്ചെടുക്കാൻ നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കില്ലേ അതുപോലെ. ഇനി 4 മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിലും ചമ്മന്തിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു മാവ് റെഡിയാക്കണം. അതിനുവേണ്ടി അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ഉപ്പും 1 സ്പൂൺ സവാള അരിഞ്ഞതും കുറച്ച് മല്ലിച്ചീരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം അധികം ആവാതെ നോക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 സ്പൂൺ നുറുക്കുമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മുട്ട റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇതിൽ ഓരോന്ന് ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ലപോലെ മൊരിച്ചെടുത്താൽ അടിപൊളി മുട്ട ബജ്ജി റെഡിയായി. അപ്പോൾ ഇതിൽ ആ സവാളയും അതുപോലെ മല്ലിച്ചീരയും ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ സോസൊക്കെ കൂട്ടി കഴിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റ്.